ഹരിനാരായണ. എങ്ങും ശൂന്യത. വന്യതയുടെ മുഖം മൂടി അണിഞ്ഞ രാത്രി. സൂര്യചന്ദ്ര ഗ്രഹ നക്ഷത്രാദികൾ ഏതുമില്ലാത്ത ആകാശം. ആശ്ചര്യം, ആശ്ചര്യം. സ്പർശഗന്ധരൂപമില്ലാത്ത കൈലാസം. ശിവശിവ. പക്ഷേ ഇവിടെ എവിടെയോ ദുർനിമിത്തത്തിന്റെ അട്ടഹാസ പേരി മുഴങ്ങുന്നു. ആ അദൃശ്യ സാന്നിധ്യം ആരാണ്? നാഴിക തെറ്റാതെ മഴവില്ല് കളഭ കുങ്കുമ വർണ്ണങ്ങൾ ചാർത്തുന്ന വിശ്വനാഥ മണ്ഡലം എന്തേ ഇരുളടഞ്ഞത്? മാണിക്യമകുടാധാരിയായ വാസുകി ഹണമുയർത്തി കുടചൂടുന്ന ആദിയോഗിയുടെ സാധനാപീഠം ഇതാ അനാഥമായിരിക്കുന്നു. തിങ്കൾ കലാധരന്റെ ദർശനം കാത്തൂഴം തേടുന്ന ദേവഗണങ്ങളെ, നിങ്ങൾ എവിടെയാ? ഭയത്താൽ ഏത് മഹാഷോഡശിയിലാണ് നിങ്ങൾ അഭയം തേടിയിരിക്കുന്നത്? അനാദിയും അനന്തവുമായ സദാശിവൻ എവിടെ? എവിടെ ആപദ്ബാന്ധവനായ ശ്രീ മഹാദേവൻ? അങ്ങ് എവിടെയാണ് ശിവശങ്കര? എവിടെയാണ് ശിവശങ്കര? ശിവശിവ. ആനന്ദം, സച്ചിദാനന്ദം. പ്രണാമം മഹാദേവ. ഈ വരവ് കൈലാസനാഥ. ലോകപാലകനായ അങ്ങറിയാതെ ഒരു കാറ്റുപോലും വീശുകയില്ല. നക്ഷത്രരാജികൾ കണ്ണു ചിമ്മുകയില്ല. തിങ്കൾ ഉദിക്കുന്നതും മറയുന്നതും അങ്ങയുടെ മുഖപത്മത്തിൽ നിന്നും. എന്നിട്ടും ഈ വെള്ളിമല നാഥനില്ലാതെ മഞ്ഞു മൂടിക്കിടക്കുന്നു. ഇത്തരത്തിൽ സംഭവിക്കാൻ കാലക്കേട്. ശിവശിവ. കാലകാലനും കാലക്കേടോ? കാണുന്നില്ലേ നാരദരെ, അർക്കചന്ദ്രന്മാർ വലം വയ്ക്കുന്ന മഹാമേരു പോലും ശിരസ് താഴ്ത്തി നിൽക്കുന്നത്. നഗാധിരാജന്റെ ദേവതാത്മാവിൽ ഇന്ന് സമസ്ത ഐശ്വര്യവും അന്യമാവുന്നു. ഭഗവാനെ, ഇതെന്ത് കാഴ്ച! ശേഷനാഗ ശിരസേറി നിൽക്കുന്ന കൈലാസം മഹാശൈത്യത്തിൽ എന്ന പോലെ വിറങ്ങലിച്ചു നിൽക്കുന്നു. പാർവതി പരമേശ്വര പ്രണയം പൂത്തുലഞ്ഞ് മാനസ സരസിലെ ചിറ്റോളങ്ങൾ തിരയിളക്കമില്ലാതെ ജലാധിവാസം കൊള്ളുന്നു. ഇതൊക്കെ നൽകുന്ന സൂചന കേൾക്കുന്നില്ലേ? കാലക്കേടിന്റെ കടുംതുടി. അത് അവന്റെ വരവാണ്. ദശാസന്ധിയുടെ കരിമ്പടം പുതച്ച് കാകന്റെ പുറമേറി ഏഴരയും കണ്ടകനും അഷ്ടമനും ആടിത്തിമിർക്കാനെത്തുന്നവൻ ശനീശ്വരൻ. അതെ, പരമാത്മാക്കളുടെ കർമ്മഫലങ്ങൾ പോലും തൂക്കി പക്ഷപാതമില്ലാതെ വിധിക്കുന്നവൻ ശനീശ്വരൻ ഇവിടെ നമ്മെ വിധിക്കാൻ, നമ്മെ ബാധിക്കാൻ. ശനീശ്വരന്റെ ഗുരുസ്ഥാനീയനല്ലേ അങ്ങ്? ഇവിടെ ഗുരുശിഷ്യ ബന്ധത്തിന് എന്തു പ്രസക്തി?
മനുഷ്യനായാലും ഈശ്വരനായാലും ബാധിക്കേണ്ട കാലത്ത് ശനി ബാധിച്ചിരിക്കും. തടയുക അസാധ്യം. ഇനി ഒരു മാർഗമേ ഉള്ളൂ, ശനി പ്രഭാവത്തിൽ നിന്നും രക്ഷ നേടാൻ. കൈലാസ സോപാനമേറി മറയുവാൻ പോകുന്നു നാം. കാലക്കേടൊഴിഞ്ഞ് മംഗളം പുലരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ശനീശ്വരൻ. അതെ, നാം ശനീശ്വരൻ. മഹാദേവ, നമ്മുടെ ഊഴം സമാഗതമായി. ഇത് ശനിയുടെ പ്രഭാവ മുഹൂർത്തം. ശനി പ്രഭാവം. ശ്രീ മഹാദേവൻ ഗുരുവാണെന്ന കാര്യം ശനീശ്വരൻ മറക്കുന്നു. ഇവിടെ പിതാവായ ആദിത്യനോ ഗുരുവായ പരമേശ്വരനോ എന്ന ഭേദഭാവമില്ല. കുന്തകനായും അഷ്ടമനായും ഏഴാന്തരമായി വരേണ്ട സമയത്ത് നാം വന്നിരിക്കും. വന്നിരിക്കും. ന്യായാധിപൻ എന്ന വിശ്വപദവി നൽകി സർവജീവജാലങ്ങളെ മാത്രമല്ല ദേവാധിദേവന്മാരെ പോലും വിധിക്കുന്നവനാകാൻ താങ്കൾക്ക് അനുഗ്രഹമേകിയ മഹേശ്വരനോടാണോ താങ്കളുടെ പ്രഭാവഗർവ്? പക്ഷപാതമില്ലാതെ വിധിക്കുന്നവനാണ് ശനി. കാണുക, കണ്ണടയാത്ത ദേവഗണങ്ങൾ കാലാനുവർത്തിയായി നമിക്കുന്ന മഹാമൂർത്തിയായ മഹേശ്വരനെ നാം ഇതാ ബന്ധിക്കുന്നു. ശനിബാധ. ശനിബാധ. മഹായുഗങ്ങൾ അവസാനിക്കുന്നു, പിന്നെയും ആവർത്തിക്കുന്നു. സത്യത്തിന് വിലയില്ലാത്ത ഈ പടുകാലത്തിൽ ശനീശ്വരൻ കലിയോടൊപ്പം കൂടി.
ശനീശ്വര ശക്തിയാൽ നിവാരണമില്ലാത്ത മഹാപാപത്തിന്റെ നിത്യ നരകത്തിൽ നാം ഈ മനുഷ്യരെ ആഴത്തിൽ കൊണ്ടെത്തിക്കും. തിന്നുമുടിക്കാനായി പിറന്ന ജന്മങ്ങൾ, തന്തയും തള്ളയും, രണ്ട് അനാവശ്യങ്ങൾ. ഇവിടെ കിടന്ന് ചത്ത പിന്നെ ചാത്തം പിണ്ടം നാരായണ ബലി. പ്രാരാബ്ദങ്ങൾ പേറാൻ എനിക്കും മേല. എവിടെയെങ്കിലും പോയി ജീവിതം കൊടുക്ക്. മക്കളെ, അമ്മയെന്നും അച്ഛനെന്നും വിളിക്കാൻ അറപ്പായോ നിനക്ക്? കുഞ്ഞുനാളിൽ അമ്മിഞ്ഞപ്പാൽ നുകർന്ന നിന്റെ ചുടികളിൽ അമ്മ എന്ന ശബ്ദം അവോളം ഉണ്ടായിരുന്നു. അന്ന് നിനക്ക് അമ്മ സത്യമായിരുന്നു. അമ്മ എന്ന സത്യം നാവുറച്ചപ്പോ പൊന്നു മക്കളെ, ഞങ്ങൾ നിനക്ക് അന്യരായോ? ഇതുകൂടി കൊണ്ടുവയ്ക്കും. ഞങ്ങളുടെ ദാമ്പത്യത്തിന് ഒരു ഭ്രമമാവാതെ. ഒരു കുഞ്ഞിന് വേണ്ടി കാലമെല്ലാം തപസ്സിരുന്ന് പിന്നെ ചുമന്ന് അംഗമെല്ലാം നൊന്ത് നിന്നെ പ്രസവിച്ച് തോൾമേലും തൊട്ടിലും കിടത്തി താരാട്ടി പാലൂട്ടി ആറ്റുനോറ്റ് വളർത്തിയ ഈ പെറ്റമ്മയും പിതാവിനെയും ആട്ടിയിറക്കുന്നതാണോ മകനെ നിന്റെ പുത്രധർമ്മം? നാരായണ, ഇതാ വിധി. വേദാന്തം പുരമ്പാതെ കടന്നു പോ. മോനെ, ഞങ്ങളെ പുറത്താക്കിയാൽ ഞങ്ങൾക്ക് ആരാ രക്ഷ? പരഗതിയില്ലാതെ ഞങ്ങൾ അലയേണ്ടി വരും. തിളങ്ങുന്ന നാണ്യങ്ങളുള്ള കാലം വരെ മടിശീലയെ ആരും മാനിക്കുകയുള്ളൂ. നിങ്ങളിപ്പോ നാണ്യമൊഴിഞ്ഞ അവലക്ഷണം പിടിച്ച ഒരു ശീലകഷ്ണം മാത്രം. പിതൃത്വം പുലമ്പാതെ കടന്നു പോ. പൊയ്ക്കോ. മോശങ്ങൾ. പൊക്കിൽക്കൊടി വേർപെട്ട നാൾ മുതൽ ആത്മാവ് മുലപ്പാലായി ചുരത്തി വളർത്തി വലുതാക്കിയതാ നിന്നെ. മരണമെത്തും വരെ നിന്നെ കൊഞ്ചിച്ച് വളർത്തി ഈ വീട്ടിൽ ഞങ്ങളും കഴിഞ്ഞോട്ടെ. 3 നേരവും അന്നം ഭുജിച്ച് നിറഞ്ഞ വയറിന് മീതെ കസവുടയാണ് ചുറ്റി കഴിയണമെന്ന മോഹം ഞങ്ങൾക്കില്ല. അതെ, നേരും നെറിയും ഇല്ലാത്ത ഈ കലികാലത്ത് മക്കൾക്ക് അച്ഛനോ അമ്മയോ ഒരു ഓർമ്മ പിശകായി ഒരു മറവിയായി മാറും മുമ്പ് ജീവിച്ച ആശ തീരാത്ത ഈ വീട്ടിലെ ഇരുണ്ട മുറിയിൽ അന്യോന്യം കാണാതെ ഇരുട്ടിൽ ചുരുണ്ടുകൂടി മരണം എത്തും വരെ തല ചായ്ക്കാൻ പൊന്നു മകനെ നീ ഒന്ന് അനുവദിച്ചാലും. ഇതും കൂടി ഉണ്ട് മിച്ചം. കാലം ചിതലരിച്ച പനയോലപ്പായും നരകഗന്ധം വമിക്കുന്ന മൂദേവി തലേനയും ഇതുകൊണ്ട് പടിയിറങ്ങ്. മൂദേവി അകന്ന് ശ്രീദേവി
എവിടെയെങ്കിലും പോകാം. രോഗവും ദാരിദ്ര്യവും കൊണ്ട് ക്ലാവ് പിടിച്ച ഈ അഴുക്ക് നിറഞ്ഞ ശരീരം നമുക്കങ്ങ് ഉപേക്ഷിക്കാം. മരിക്കാനോ? അതെ. എന്താ, മരിക്കാൻ പേടിയുണ്ടോ നിനക്ക്? ജീവിക്കാനല്ലേ പേടിക്കണ്ടേ? ഈ സമൂഹത്തെ, ഈ ആചാരങ്ങളെ ഒക്കെ പേടിക്കണം. ഇതിലധികം താങ്ങാൻ ഇനി വയ്യ. മൂന്ന് നേരവും സമൃദ്ധമായ പട്ടിണി. ഇല്ല അജിട്ടാണോ, തരാഞ്ഞിട്ടല്ലേ? മകനെ, നിന്റെ ഇംഗിതം പോലെ അമ്മ ഇറങ്ങുക. അകറ്റിയാലും അറ്റുപോകാത്ത രക്തബന്ധത്തിന്റെ അല്പാടുപ്പം കൊണ്ട് അമ്മ നൊന്തുപെറ്റ മകനോട് അപേക്ഷിക്കുക. പഞ്ചേന്ദ്രിയങ്ങളെ ഒരുമിച്ച് കീഴ്പ്പെടുത്തുന്ന മരണഗന്ധം ഏതേലും വഴുത്തിണ്ണയിൽ വെച്ച് ഞങ്ങളെയും പിടികൂടും. അങ്ങനെ സംഭവിച്ചു എന്നറിഞ്ഞ ജനിമൃതികളുടെ ആത്മമോക്ഷത്തിനായി ഒരൊരുളത്തിലോതകമെങ്കിലും ഞങ്ങൾക്കായി അർപ്പിക്കണേ. താങ്കളുടെ സമയമാണ്, താങ്കളുടെ യുഗം, കലിയുഗം. ഇനി ഈ ഭൂമിയുടെ അധിപതി കലിയാണ്. നിന്നിലൂടെ നാം നമ്മുടെ കർമ്മപ്രഭാവം തുടരും. സത്യസങ്കല്പങ്ങൾ അറിയാതെ മിഥ്യകളാൽ ജീവിക്കുന്ന ഭ്രമജീവിതങ്ങളെ അങ്ങയുടെ സഹായത്താൽ നാം ഞെരിച്ചമർത്തും. ഇത് ശനീശ്വര കരിയാട്ടം. ഹരിഗോവിന്ദ. പ്രണാമം ശനീശ്വര. അങ്ങ് വല്ലാത്തൊരു ആനന്ദം അനുഭവിക്കുന്നുവല്ലോ. നാരദ മഹർഷി, താങ്കൾ കാണുന്നില്ലെന്നാണോ കാലത്തിന്റെ കരിമ്പടമുറച്ച നമ്മുടെ വിവേചനാധികാരം? ശനിപ്രഭാവം. മകൻ പുറത്താക്കിയ ആ മാതാപിതാക്കളുടെ വിധി കണ്ടില്ലേ? ഗഹനവും നിഗൂഢവുമായ നമ്മുടെ പ്രഭാവം ബാധിക്കേണ്ട നേരത്ത് ബാധിച്ചിരിക്കും. ഹരിഗോവിന്ദ, ഹരിനാരായണ. അങ്ങയുടെ മിടുക്ക് അപാരം, സമ്മതിച്ചു. പക്ഷേ ഈ ഭൂമണ്ഡലത്തിൽ ഒരിടമൊഴികെ നാം കടന്നു ചെല്ലാത്തൊരിടമോ? മാധവനോ മാനവനോ ഏതവതാരവും നമ്മുടെ ദൃഷ്ടിക്കുള്ളിൽ പെട്ടിരിക്കും. നിത്യവും സീമാ
കൽപ്പനാതീതവുമായ ഈ വിശ്വവിശാലതയിൽ ശനീശ്വരന് മുന്നിൽ ബാലികേറാമലയായി നിൽക്കുന്ന ഒരിടമുണ്ട്. നമ്മുടെ ദൃഷ്ടിഗോചരത്തിനപ്പുറം ഒരിടം. അതെവിടെയാണ്? അതാ ഹസ്തിശൈലത്തിന്റെ വടക്ക് സുവർണമുഖരി നദിയുടെ തീരത്തുള്ള ചന്ദന വൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു ദിവ്യദേശം. 7 യോജന വിസ്തീർണവും 1 യോജന ഉയരവുമുള്ള ശേഷാദ്രിയിലെ വെങ്കടാചലം. വെങ്കടാചലമോ? അതെ, വെങ്കടാചലം. ശേഷാദ്രി, നീലാദ്രി, ഗരുഡാദ്രി, അഞ്ജനാദ്രി, ഋഷഭാദ്രി, നാരായണാദ്രി, വെങ്കടാദ്രി എന്നീ 7 മലകൾ. അതിൽ വെങ്കടാദ്രി, അവിടെയാണ് കലിയുഗ ദുരിതങ്ങളിൽ നിന്നും ഭക്തരെ സംരക്ഷിക്കുന്നതിലേക്കായി തിരുപ്പതി തിരുമല ശ്രീവെങ്കടേശ്വരൻ കുടികൊള്ളുന്ന പുണ്യസ്ഥലം. ശനീശ്വരന് അപ്രാപ്യമായ ഒരു വിഷ്ണു സന്നിധിയോ? ത്രിമൂർത്തികളെ വെല്ലുവിളിക്കാൻ കേൾപ്പുള്ളവനാണ് നാം. ശനീശ്വര, ആ 7 മലയിൽ ഭഗവാന്റെ ഇച്ഛയില്ലാതെ താങ്കൾക്ക് ഒരടി വെക്കാനാവില്ല. 33 ദേവഗണങ്ങളാലും ഭൂതഗണങ്ങളാലും പൂജിതനായി കൈലാസത്തിൽ അമരേണ്ട ശിവശങ്കരൻ നമ്മുടെ ബാധയേറ്റ നിമിഷം കൈലാസം ഉപേക്ഷിച്ച് പലായനം ചെയ്ത് രൂപം വെടിഞ്ഞ് അരശുമരത്തിന്റെ പെരുമ്പത്തിൽ ഒളിക്കേണ്ടി വന്നത് താങ്കളും കണ്ടതല്ലേ? അങ്ങേ വെല്ലാൻ ആരുമില്ലെന്നാണോ? അവന്റെ സൂര്യ തേജസ് പോലും നഷ്ടപ്പെടുത്തിയ സൂര്യപുത്രൻ, ആയുസിന്റെ കാലകൻ ശനീശ്വരൻ നമ്മെ വെല്ലാൻ ആരുണ്ട്? പക്ഷെ വെങ്കടാദ്രി താങ്കൾക്കൊരു പ്രഹേളികയായി. ഭക്തകോടികളെ കാരുണ്യ ചിറകിലേറ്റി പരിപാലിക്കുന്ന ഗരുഡധ്വജനെ, ആ ബാലാജിയെ ദർശിക്കാനെത്തുന്നവരെ താങ്കൾക്ക് ശിക്ഷിക്കാനാകില്ല. ശനീശ്വര, ഭക്തരെ കാക്കുന്ന പരമദയാലുവാണ് ആ 7 മലയിൽ കുടികൊള്ളുന്നത്. നമ്മോട് പരിഹാസമോ? കണ്ടറിയുക ഈ ശനീശ്വരന്റെ അപഹാര ശക്തി. നമ്മുടെ ദൃഷ്ടിപ്രഭാവത്താൽ 7 മലകളും ദുരിതരാശിയിലാണ്ടു പോകുന്നത് കണ്ടോളൂ നാരദരെ, കണ്ടോളൂ. ഗരുഡാദ്രി. ഹരിഗോ. വൃഷഭാദ്രി. അഞ്ജനാദ്രി. നീലാദ്രി. ശേഷാദ്രി. നാരായണാദ്രിയുടെ അധിപതി നാരദനാണത്തെ. കണ്ടല്ലോ നാരദരെ, 6 മലകൾ നമ്മുടെ അധീനതയിലായത്. ഇനി അവശേഷിക്കുന്നത് ഒന്നും മാത്രം. താങ്കൾ വീമ്പിളക്കിയ ഈ വെങ്കടാദ്രി. അതും നാം ഇതാ ചവിട്ടി മെതിക്കുന്നു. ഭയന്ന് വെങ്കടേശ്വരൻ പലായനം ചെയ്യുന്നത്
കണ്ണു തുറന്ന് കണ്ടോളൂ. വെങ്കിടാദ്രി. ഹരിനാരായണ നാരായണ. ഭഗവാനെ, തിരുപ്പതി ഇത്രയും ശക്തമായ വിഷ്ണുപീഠമെന്ന് നാം അറിഞ്ഞിരുന്നില്ല ഭഗവാനെ, അറിഞ്ഞിരുന്നില്ല. ശനീശ്വര, ശനീശ്വര, കലിയുഗ ദോഷദുരിതങ്ങളിൽ നിന്നും നമ്മുടെ പ്രിയ ഭക്തരെ രക്ഷിപ്പാൻ ദേവപിതൃ ഋഷിഗണങ്ങൾ ഉള്ളുണർന്ന് പൂജിച്ചതിന് പ്രകാരം ഭക്തരക്ഷാർത്ഥം നാം അവതാരം കൊണ്ട ഇടമാണ് ഈ തിരുപ്പതി. നാം എല്ലാം തിരിച്ചറിയുന്നു. മഹാപ്രഭോ, നമ്മെ ശിക്ഷിക്കരുതേ. പ്രത്യുപകാരമായി നിഷ്ഠയോടെ ശനിവ്രതം തോറ്റ് തിരുപ്പതി സമരത്തിലെത്തി അങ്ങേ ദർശിക്കുന്നവരെ നാം ഇനി ശിക്ഷിക്കില്ല. ഇത് സത്യം, സത്യം, സത്യം. സത്യം ഭഗവാനേ, സത്യം. ചക്രത്തെ കറക്കുന്ന ശംഖചക്ര ഗദാധാരിയായ മഹാവിഷ്ണു എന്തുകൊണ്ട് കലിയുഗത്തിൽ ഈ മനുഷ്യരുടെ ഇടയിൽ ശ്രീനിവാസദേവനായി അവതാരം കൊള്ളാൻ തീരുമാനിച്ചത്? കലികാല ശനിദോഷ നിവാരകനുമായ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു വെങ്കടാചലപതിയായി തിരുപ്പതിയിൽ വസിക്കാനിടയായ അത്ഭുത ചരിതം അരങ്ങിൽ അനാവരണം ചെയ്യുന്നു. ഹരിനാരായണ, ജയനാരായണ. നാരദ മുനിവര്യന് യാഗഭൂമിയിലേക്ക് സ്വാഗതം. പ്രണാമം ഋഷിവര്യന്മാരെ. സരസ്വതിയുടെ തീരത്ത് ഒരു മഹായാഗം അരങ്ങേറുന്നു എന്നറിഞ്ഞ് യാഗം ദർശിക്കാനെത്തിയതാണ് നാം. യാഗലക്ഷ്യം നമുക്കും ഗ്രഹിക്കാമല്ലോ. കൃത ത്രേത ദ്വാപര യുഗങ്ങൾ സത്വഗുണ പ്രധാനങ്ങളായിരുന്നല്ലോ മഹർഷി. എന്നാൽ ഈ കലിയുഗത്തിൽ രജോ തപോ ഗുണങ്ങൾ വല്ലാതെ അധികരിക്കുന്നു. ഈ ദുർനിമിത്തങ്ങൾ അകന്ന് നന്മ പുലരാൻ വേണ്ടിയാണ് ഈ യാഗം. ശ്രേഷ്ഠം, മഹാശ്രേഷ്ഠം. ഈ കലിയുഗത്തിൽ എന്തൊക്കെ ദുർനിമിത്തങ്ങളാണ്! എങ്ങും അധർമ്മം, മാറാരോഗങ്ങൾ, തീരാവ്യാധികൾ. ഈ കെടുകാലത്ത് ദേവജ്ഞരായ നിങ്ങൾ ലോകസുഖത്തിനായി യാഗം നിർവഹിക്കുന്നത് പരമപുണ്യം. എന്നാലും നമുക്കൊരു സന്ദേഹം കശ്യപ മഹർഷി. എന്തു സന്ദേഹമാണ് അങ്ങേ അലട്ടുന്നത്? ഈ മഹോന്നതമായ യാഗഫലം സ്വീകരിക്കുവാൻ, യാഗപൗരോഹിത്യം നിർവഹിക്കുവാൻ ഏത് ദേവനെയാണ് നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്? എന്തേ മൗനം? യാഗഫല സ്വീകർത്താവ് ആരെന്നു പോലും നിശ്ചയിക്കാതെയാണോ യാഗം സമാരംഭിച്ചത്? ദേവന്മാരുടെ ദേവനായ ദേവേന്ദ്രനെ യാഗകർത്താവായി ക്ഷണിച്ചാലോ? ദേവേന്ദ്രനെയോ?
ഇന്ദ്രസദസ്സിൽ അപ്സരസുകളോട് ആടിപ്പാടി മാതിച്ചു നടക്കുന്ന ദേവേന്ദ്രന് ഈ മഹായാഗത്തിന്റെ ഫലം സ്വീകരിക്കാൻ എന്ത് യോഗ്യത? ഭൃഗുമഹർഷി, അങ്ങ് ക്ഷിപ്രകോപിയാണ്. പക്ഷേ ഇവിടെ വികാരമല്ല, വിവേകമാണ് ആവശ്യം. ശരി, നമ്മൾ തമ്മിലൊരു തർക്കം വേണ്ട. സാത്വികനും ശാന്തനും യാഗഫലത്തിന് ഉത്തമനുമായ ദേവൻ ആരാണെന്ന് നാരദ മഹർഷി തന്നെ നിർദ്ദേശിച്ചാലും. മുനിശ്രേഷ്ഠന്മാരെ, ത്രിമൂർത്തികൾ തന്നെയാണ് യാഗഫലത്തിന് ഉത്തമരായവർ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ. ഇവരിൽ അർഹതയുള്ള ഒരു ദേവനെ നിങ്ങൾ തിരഞ്ഞെടുത്താലും. ത്രിമൂർത്തികളുടെ മഹത്വം പരീക്ഷിക്കുവാനോ? എന്തുകൊണ്ട്? മനോബലവും തപോബലവും സ്വായത്തമാക്കിയ താപസന്മാരല്ലേ നമ്മൾ? ഹവ്യം കാംക്ഷിക്കുന്ന ദേവന്മാർക്ക് ഹവിസേകുന്നവരല്ലേ നമ്മൾ? ഹോമാഗ്നിയും പ്രളയാഗ്നിയും ജ്വലിപ്പിക്കാൻ ശേഷിയുള്ള അഗ്നിഹോത്രികളല്ലേ നമ്മൾ? പിന്നെന്തുകൊണ്ട് ദേവഗണങ്ങളുടെ മഹത്വം നമുക്ക് അളന്നുകൂടാ? ഭൃഗുമഹർഷി പറഞ്ഞതിന് ന്യായമുണ്ട്. സൃഷ്ടികാരകനായ ബ്രഹ്മാവ്, ഇരു ചുവടുകൾ കൊണ്ട് ത്രിലോകങ്ങൾ അളന്നിട്ട മഹാവിഷ്ണു, സംഹാരരുദ്രനായ പരമേശ്വരൻ, ഇവരെ പരീക്ഷിക്കാൻ ആർക്കാ ധൈര്യം? നമുക്കുണ്ട്. വിധിക്കാനും ശപിക്കുവാനുമുള്ള ഉഗ്രശേഷി ഈ ഭൃഗുവിനുണ്ട്. പോകാം നാം ഒറ്റയ്ക്ക്. കണ്ടോളൂ നമ്മുടെ തപശക്തി. ബ്രഹ്മനോ അച്യുതനോ ശങ്കരനോ, ഇവരിൽ ഉത്തമനെ, യോഗ്യനെ ഈ ഭൃഗുമഹർഷി നിശ്ചയിക്കും. ഓ ബ്രഹ്മസന്നിധിയിൽ ഇത്രയും ധിക്കാരമോ? സത്യലോകത്തെ മര്യാദകൾ താങ്കൾക്കും അറിവുള്ളതല്ലേ? നമ്മുടെ വരവിന്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഗർവിഷ്ഠനായ ബ്രഹ്മദേവ, അതിഥിയായി വന്ന നമ്മെ മാനിക്കാതെ അപമാനിച്ച താങ്കളെ ഇതായി ഭൃഗു ശപിക്കുന്നു. അങ്ങേക്കിനി ഭൂലോകത്തിൽ ദേവാലയമോ പൂജയോ ഉണ്ടാകുന്നതല്ല.
ആകസ്മികമായ അവിടുത്തെ വരവ് ജഗത്തിന്റെ രക്ഷയ്ക്കായി ഋഷിമാർ കൂടി ഒരു വിശ്വമഹായാഗം നടത്തുകയാണ്. എവിടെ? അങ്ങ് സരസ്വതി നദിയുടെ തീരത്ത്. ലോകൈകനാഥനായ ശ്രീ മഹാദേവനെ യാഗഭൂമിയിലേക്ക് ക്ഷണിക്കുന്നതിനാണ് നാം വന്നത്. ക്ഷമിച്ചാലും മഹർഷേ, ഇപ്പോൾ പ്രവേശനം നിഷിദ്ധവും. കൈലാസ നൃത്തതൽപ്പത്തിൽ ഉമാമഹേശ്വരന്മാർ ലീലാവിനോദത്തിൽ മുഴുകിയിരിക്കുകയാണ്. ജഗദീശന്റെ അനുവാദമില്ലാതെ അന്തഃപുരത്തിലേക്കുള്ള പ്രവേശനം അസംഭവ്യമാണ് മഹർഷേ. ആരെയും കടത്തിവിടരുതെന്നാണ് ഭഗവാന്റെ ആജ്ഞ. താങ്കൾ ദയവായി ഇപ്പോൾ മടങ്ങിയാലും മറ്റൊരു വേള. എങ്ങനെ മറ്റൊരു വേള? നന്ദികേശ, ഓർക്കുക, ശിവശൈലം നമുക്കൊരു പർവ്വതമല്ല. ശിവദർശനം ഭൃഗുവിന് അപ്രാപ്യവുമല്ല. ആത്മശൈലം നടന്നു കയറിയ ഈ മഹാതാപസിക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുന്നുവോ നീ? ക്ഷിപ്രകോപിയാണ് അവിടുന്ന് എന്നറിയാം. അടിയൻ കേവലം ഒരു ഭൃത്യൻ. കോപിക്കരുത്. അവിടുത്തെ സന്ദേശം എന്നോട് അരുളിയാലും വൈകാതെ നാം അത് ഭഗവത് സമക്ഷത്തിൽ അറിയിക്കുന്നതുമാണ്. നീ കാണുന്നില്ലേ, പച്ചപടരാത്ത ത്രിവിഷ്ടവ ഭൂമിയിൽ കാലി താണ്ഡവമാടുന്നത്? നോക്ക്. ശിക്ഷാരക്ഷയ്ക്ക് നാഥനില്ലാതെ അധർമ്മവും അരാജകത്വവും കൊടികുത്തി വാഴുന്നു. ഇനിയും നാം കാത്തു നിൽക്കണോ? അതിനുള്ള ക്ഷമയില്ല. നന്ദികേശ, മാറി നിൽക്ക്. ശേഷനാഗശിരസ് കുടച്ചൂടുന്ന പന്നകഭൂഷന്റെ രുദ്രകോപം അങ്ങേക്ക് മറുപുള്ളതല്ലേ? കോപമോ? രുദ്രകോപമോ? നോക്ക്. 1000 ഗായത്രികൾ ദർശിച്ചവൻ ഈ ഭൃഗു. ദേവദാരുവിൽ കത്തിജ്വലിക്കുന്ന ഘൃതാഗ്നിയെ വെല്ലുന്ന മന്ത്രതന്ത്ര ദൃഷ്ടാവ്. കാലദോഷം മാറുവാൻ, ഗോത്രനാശം സംഭവിക്കാതിരിക്കാൻ നമുക്ക് മഹാദേവനെ കണ്ടേ മതിയാവും. വൈകിക്കൂടാ. ഇത് അത്യധികമായ ആവശ്യമാണ്. മാറി നിൽക്ക്. മഹാഗുരു, ദയവായി ഗൗരി ശങ്കര പീഠത്തിലേക്ക് അങ്ങ് പ്രവേശിക്കരുതേ. ദേവഗണങ്ങൾ പൂമഴ ചൊരിയും ദേവരഥങ്ങൾ പിന്നിറയേ. മഹാദേവ, ഈ ഭൃഗു മഹർഷിയുടെ പ്രണാമം സ്വീകരിച്ചാൽ
അവരുടെ സ്വകാര്യ ആനന്ദത്തിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടി വന്നു. ക്ഷമിച്ചാലും ജഗത്തിന്റെ രക്ഷയ്ക്കായി അങ്ങയുടെ സാന്നിധ്യം അത്യാവശ്യമായി വന്നിരിക്കുന്നു. ആയതിനാൽ ഈ പ്രണാമം സ്വീകരിച്ച് നമ്മിൽ പ്രസാദിച്ചാലും. ശ്രീ മഹാദേവ, നമ്മുടെ അഭിവാദ്യം സ്വീകരിക്കുകയോ നമ്മുടെ അപേക്ഷ കൈക്കൊള്ളുകയോ ചെയ്യാതെ ബോധപൂർവം ബ്രഹ്മനെ പോലെ നമ്മെ അവഗണിക്കുകയാണോ പരമേശ്വര? ഇതോ താങ്കളുടെ ആദിത്യ മര്യാദ. ഒരു തവണ നമ്മെ നോക്കിയാലും പ്രഭു. കണ്ണു തുറക്കൂ മഹാദേവ, കണ്ണു തുറക്കാൻ. നന്ദികേശ, മഹാപ്രഭു, ആരെയും കടത്തിവിടരുതെന്ന് നന്ദികേശനോട് നാം കൽപ്പിച്ചതല്ലേ? ക്ഷമിച്ചാലും മഹാദേവ, അടിയന്റെ അഭ്യർത്ഥന കൈക്കൊള്ളാതെ ധിക്കാരപരമായി ഇദ്ദേഹം കടന്നു വന്നതാണ്. നമ്മുടെ നേത്രാഗ്നിയേറ്റ് ചാരമാകാതിരിക്കണമെങ്കിൽ ശീഘ്രം ഇദ്ദേഹത്തെ കൈലാസത്തിൽ നിന്നും പുറത്താക്കൂ. കൽപ്പന. മഹാദേവ, അങ്ങ് ശാന്തനായാലും ബ്രാഹ്മണ നിഗ്രഹത്തിലൂടെ ബ്രഹ്മഹത്യ പാപം വരുത്തരുത്. ഋഷിവര്യ, മഹാദേവൻ കോപിഷ്ഠനാണ്. അവിടുന്ന് മടങ്ങിപ്പോയാലും. ആചാര്യ, വന്നാലും നമുക്ക് പോകാം. ശ്രീ മഹാദേവന്റെ ക്രോധാഗ്നി താങ്ങാൻ നമുക്കാവില്ല. വന്നാലും ഇതോ ക്രോധം, ഇതോ കോപം. എങ്കിൽ മഹേശ്വര, ഈ ക്രോധത്തിന് താങ്കൾക്ക് മാപ്പില്ല. പരമേശ്വരൻ മാപ്പ് അർഹിക്കുന്നുമില്ല. ചുടലഭസ്മതായി, ദൃഷ്ടി അന്തർമുഖമായി, ശരീരം ബ്രഹ്മാണ്ഡമായി, വിശ്വഭ്രമണം ഓങ്കാരമായി, സഹസ്രകോടി സർവതൽപസ്പർശിയായി നിൽക്കുന്ന ഈ സാധകന്റെ മുന്നിലോ നിന്റെ രുദ്രതാണ്ഡവം. മഹാദേവൻ പോലും മഹാദേവൻ. അത്തരത്തിൽ അലങ്കാരമാകാൻ താങ്കൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? എന്ത് യോഗ്യതയാണുള്ളത്? ദർശനം തേടിയെത്തിയ ഈ ബ്രാഹ്മണനെ നിങ്ങൾ ആട്ടിപ്പുറത്താക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. ആട്ടിപ്പുറത്താക്കാൻ കൽപ്പിച്ചിരിക്കുന്നു മഹാദേവൻ. അവിടുന്ന് ക്ഷമിച്ചാലും ഋഷിവര്യ. ക്ഷമിക്കാനോ? മൃഗുവിനെ നിങ്ങൾ ക്രൂരമായി നിന്ദിച്ചു മഹാദേവ. ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചേ മതിയാകൂ. ഇതാ ഈ ഭൃഗു താങ്കളെ ശപിക്കുന്നു. അന്നം, പുഷ്പം, ജലം തുടങ്ങി എല്ലാം പൂർണ്ണാകാര ശിവസ്വരൂപത്തിന് ലഭിക്കാതെ ആരായി പോകട്ടെ. ഈ പ്രപഞ്ചത്തിൽ ഇനി ശിവസ്വരൂപത്തിനല്ല പൂജ, ശിവലിംഗത്തിന് മാത്രമേ പൂജ ഉണ്ടാകൂ. മറ്റൊരു ശാപം കൂടി നാം ഇതാ വിധിക്കുന്നു. സകാരവും നിർഗുണ നികാരവുമായിരിക്കുന്ന ഉപാസനയുടെ മധ്യതലത്തിൽ താങ്കൾ അവയവയുക്തമല്ലാതെ ലിംഗമാത്രനായി ആരാധിക്കപ്പെടട്ടെ. പ്രശംസകനായ ബ്രഹ്മദേവൻ സംഗീതത്തിലും അതിമറന്നിരിക്കുന്നു. ഉത്തുംഗ കൈലാസത്തിലും മാനസ സരസിലും സ്വയം മറന്ന് പ്രണയകളിയാടുന്ന ഉമാമഹേശ്വരന്മാർ. യാഗപൗരോഹിത്യത്തിന് ഇവർ യോഗ്യരല്ല. മായയുടെ മൂടുപടം മാറാൻ എന്താ
അപേക്ഷ നാരായണനിൽ മാത്രം. ഭൂമിയെ രക്ഷിക്കാൻ ധർമ്മത്തിന് മാത്രമേ കഴിയൂ. ധർമ്മരക്ഷയുടെ ചുമതല മഹാവിഷ്ണുവിന്റെ കൈകളിലും. യാഗഫലം സ്വീകരിക്കാൻ വിഷ്ണുദേവൻ ഉത്തമനാണോ? അതും കൂടി പരീക്ഷിക്കാം. പാൽക്കടലിൽ പള്ളികൊള്ളുന്ന അനന്തശായി, പാദപൂജയേകി പതിയെ പരിപാലിക്കുന്ന ശ്രീ മഹാലക്ഷ്മി. എത്ര പവിത്രമായിരിക്കുന്നു ഈ ലക്ഷ്മി നാരായണ സന്നിധി. മയക്കത്തിലും ലക്ഷ്മി ദേവിയുടെ മുഖകമലം എത്ര പ്രസന്നം. അഷ്ടമി ചന്ദ്ര വിഭ്രാജദളിക സ്ഥലശോഭിത മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭിവിശേഷക. നാം വിഷ്ണുവിനെ പൂജിക്കാനല്ലോ വന്നത്, പരീക്ഷിക്കാനല്ലേ? പ്രണാമം പ്രഭു, പ്രണാമം ലക്ഷ്മി മാതേ. അല്ലയോ ശ്രീഹരി, നാം വന്നത് മഹായാഗത്തിന്റെ യജമാനനായി താങ്കളെ ക്ഷണിക്കാനാണ്. നമ്മുടെ ആതിഥ്യം സ്വീകരിച്ചാലും പ്രഭു. ബ്രഹ്മശങ്കരാദികളിൽ നിന്ന് നമുക്കേറ്റ അപജ്ഞയും നിന്നയുമാണോ ഇവിടെ അങ്ങയിൽ നിന്നും ലഭിക്കുക? മഹായജ്ഞത്തിന്റെ ഫലകർത്താവാകാൻ ദേവന്മാർ ആരും യോഗ്യരല്ലെന്നാണോ? ഹരിനാരായണ, ഇവിടെയും നാം തിരസ്കരിക്കപ്പെട്ടാൽ അത് മഹാദുരന്തത്തിന് വഴിയൊരുക്കും. ഭൂമിയിൽ അനർത്ഥങ്ങൾ ഏറും. യാഗം പൂർണ്ണമാകാതിരുന്നാൽ സർവനാശം. ഏത് വിധേനയും മഹാവിഷ്ണുവിനെ യാഗഭൂമിയിൽ എത്തിച്ച് മതിയാകൂ. മഹാവിഷ്ണു, അങ്ങ് ഉണർന്നാലും കലികാല ദുരന്തത്തിൽ നിന്നും മാനവ ലോകത്തെ രക്ഷിച്ചാലും നമ്മുടെ പ്രാർത്ഥന നിഷ്ഫലമോ? ഹേ ശ്രീഹരി, താങ്കളോട് ഇത്രയും ക്ഷമയോട് അപേക്ഷിച്ചത് ഒരു ഭക്തധർമ്മം. ആ ഉത്തരവാദിത്തം ഭൃഗു ഇവിടെ അവസാനിപ്പിക്കുന്നു. ഉറങ്ങുന്നവനെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവനെയോ? കണ്ടോളൂ, കണ്ടോളൂ ശ്രീഹരി, ഈ ഋഷിവര്യന്റെ ശക്തി. ഇതെന്ത് കാപട്യം! കണ്ണു തുറന്നാലും നമ്മുടെ ശബ്ദം താങ്കൾ ശ്രവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ക്ഷമയും നശിക്കുന്നു. ജഗത്പാലകനായ ജഗന്നാഥന്റെ തിരുമാറിൽ കേവലനായ ഒരു താപസ ഭിഷു പാദധ്വംസനം നടത്തുകയാണ്. ഹേ ബ്രഹ്മർഷി ഭൃഗു, നിങ്ങൾ എന്റെ സ്വാമിയെ ഘോരമായി അപമാനിച്ചു. കണ്ടോളൂ ഇതിന്റെ പരിണിത ഫലം. ഇനി ഭൃഗു എന്ന ശരീരമില്ല, വെറും ചാരം.
സ്വാമിയുടെ ക്രോധാഗ്നിയിൽ വെന്ത ചാരം. ലക്ഷ്മി, ശാന്തിയായാലും ഇദ്ദേഹം ബ്രഹ്മപുത്രനാണോ? ബ്രഹ്മർഷി, ക്ഷമിച്ചാലും യോഗനിദ്രയിലാണ്ട നാം അങ്ങയുടെ സാന്നിധ്യം അറിഞ്ഞതേയില്ല. നാം കാരണം അങ്ങയ്ക്ക് മനോവിഷമം ഉണ്ടായതിൽ ഖേദിക്കുന്നു. താങ്കളെ നാം മാനിച്ചിരുന്നുവെങ്കിൽ അങ്ങയ്ക്ക് ഇത്തരത്തിൽ പ്രവർത്തിക്കേണ്ടി വരില്ലായിരുന്നു. ഒപ്പം ഈ കോമളപാദം നമ്മുടെ മാർത്തടത്തെ മതിക്കുകയില്ലായിരുന്നു. ദയവായി അങ്ങ് ഈ പാദം ഒന്ന് നീട്ടിത്തന്നാലും. നമ്മുടെ അശ്രദ്ധ കാരണം അവിടുത്തെ പാദകമലം വല്ലാതെ വേദനിച്ചു. ക്ഷമിച്ചാലും ജഗത്പാലക, അവിടെ നിന്ന് കർമ്മമാണ് ചെയ്തത്. തീർച്ചവടികൾ കൊണ്ട് ത്രിലോകങ്ങൾ അളന്ന ഭഗവാൻ കേവലനായി നമ്മുടെ പാദം തഴുകുന്നു. നമ്മുടെ പാദനേത്രമായിരുന്നു അല്ലേ നമ്മുടെ അഹങ്കാരം. ആ അഹന്തയെ അങ്ങ് തഴുകി ഇല്ലാതാക്കി. ഈ ഋഷിയുടെ അപരാധം പൊറുത്താലും മഹാപ്രഭു, ഈ പ്രപഞ്ചത്തിൽ ആരും പൊറുക്കാത്ത തെറ്റാണ് നാം ചെയ്തത്. ക്ഷമിച്ചാലും. അങ്ങ് നമ്മുടെ അതിഥിയല്ലേ? ക്ഷമിച്ചാലും പ്രഭു. ഇതൊക്കെ നമ്മുടെ അതിഥി പൂജയായി മാനിച്ചാൽ മതി. അനന്തശായിയായ ദേവ, അവിടുന്ന് മഹാനാണ്. അങ്ങയുള്ള മഹത്വമുള്ള ആൾ ഈ ത്രിലോകത്തിലില്ല. 33 കോടി ദേവഗണങ്ങളും വിശ്വപ്രപഞ്ചവും കുടികൊള്ളുന്ന ദേവസമ്മോഹനമായ അവിടുത്തെ മാർത്തടത്തിൽ പാദധ്വംസനം ചെയ്യുക വഴി നാം ഒരു മഹാപരാധം ചെയ്തു പോയി. ഭഗവാനെ, അപരാധം, വിശ്വം പൊറുക്കാത്ത മഹാപരാധം. ഈ മഹാഭാവിയെ ശിക്ഷിച്ചാലും പ്രഭു, ശിക്ഷിച്ചാലും പ്രഭു, അവിടുത്തെ ചക്രായുധം കൊണ്ട് ഈ കൊടും പാപിയുടെ ഗളം ഛേദിച്ചാലും മഹാപ്രഭു. അരുത്, വ്യാകുലപ്പെടേണ്ട ഋഷിവര്യ. താങ്കളുടെ പാദസ്പർശമേറ്റ നിമിഷം നമ്മിലെ ആലസ്യ കാമനകൾ അകന്ന് നാം പ്രസന്നനായിരിക്കുന്നു. അങ്ങയുടെ പാദസ്പർശത്താൽ ഈ മാർത്തടം പരിശുദ്ധമായി. നമ്മുടെ മാർത്തട്ടിൽ പതിഞ്ഞ അവിടുത്തെ പാദമുദ്ര ശ്രീവത്സം എന്ന പേരിൽ അലങ്കരിക്കും. ലോകം മുഴുവനും ശ്രീവത്സകാന്തിയും അങ്ങും പൂജിക്കപ്പെടും. ഇത് ബ്രഹ്മർഷി ഭൃഗുവര്യന് നാം നൽകുന്ന വരം. അല്ലയോ ശ്രീഹരേ, താങ്കളെ നാം വളരെ മ്ലേച്ഛമായി അപമാനിച്ചിട്ടും അവിടുന്ന് എന്നോട് ക്ഷമിച്ചു. ഈ വിശ്വത്തിൽ അങ്ങേപ്പോലെ ക്ഷമാശീലൻ മറ്റാരുമില്ല. അതെ, ക്ഷമയെന്തെന്ന് നമ്മെ പഠിപ്പിച്ച ഭഗവാൻ. അങ്ങാണ് ബ്രഹ്മൻ, അങ്ങാണ് ശിവൻ, അങ്ങാണ് വിഷ്ണു. യാഗത്തിന്റെ പൂർണ്ണാഹൂതി സ്വീകരിക്കാൻ അങ്ങാണ് യോഗ്യൻ. അതെ, അങ്ങാണ് അതിന് യോഗ്യൻ. കലിയുഗ ദുരിതമകറ്റാൻ അവിടുന്ന് യാഗശാലയിലേക്ക് എഴുന്നള്ളിയാലും ഭഗവാനെ, ഋഷിവര്യ, അവിടുത്തെ ക്ഷണം നാം സ്വീകരിക്കുന്നു. മംഗളം ഭവിക്കട്ടെ. കലി, എന്തിനാണ് ഈ അട്ടഹാസം? അന്തിമ വിജയം താങ്കൾക്കാണെന്ന് അങ്ങേക്ക് ഉറപ്പുണ്ടോ? എന്തുകൊണ്ട് ഉറപ്പ്?
അറിഞ്ഞുകൂടാ. കാര്യമായ സന്ദേഹമുണ്ട് കലി. ബ്രഹ്മലോകത്തിനും അപ്പുറമാണ് വിഷ്ണുപദം. അവിടെ കലിക്കൊന്നും ചെയ്യാനാവില്ല. ഒരിക്കൽ വിഷ്ണുദേവന്റെ മുന്നിൽ അടിയുറവ് പറഞ്ഞവനാണ് നാം. കലി, താങ്കളുടെ തേർവാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. അറിഞ്ഞോ, ശ്രീഹരി ഭൃഗുമഹർഷിയുടെ യാഗശാലയിലേക്ക് എഴുന്നള്ളുന്നു പോലും. ശനീശ്വര, പ്രശ്നങ്ങൾ അവസാനിച്ചുവെന്ന് കരുതുന്നു. ഇനിയല്ലേ സങ്കട്ടനം, ഇനിയല്ലേ സങ്കട്ടനം. താങ്കൾ പറഞ്ഞില്ലേ വിഷ്ണുപദമെന്ന്? ആ വിഷ്ണുപദത്തിന്റെ മൂലാധാരം ഇളകുന്നത് കണ്ടോളൂ. ഈ കലിവിളയാട്ടത്തിലൂടെ ഉടലെടുക്കുന്ന ദേവസങ്കട്ടനം. ഇത്രമേൽ അപമാനിച്ചവനോട് അങ്ങ് ക്ഷമിച്ചിരിക്കുന്നു. അവിടത്തേക്ക് അത് സാധ്യമായിരിക്കാം, നമുക്കാവില്ല. ആ ഭൃഗു അപമാനിച്ചത് അങ്ങനെയല്ല, നമ്മയാണ്. ദേവിയെ അപമാനിച്ചെന്നോ? അതെ, നമ്മുടെ ആത്മാഭിമാനത്തിനാണ് മുറിവേറ്റത്. നാം ഒന്ന് ചോദിച്ചോട്ടെ, ഈ ലക്ഷ്മി എവിടെയാണ് വസിക്കുന്നത്? നമ്മുടെ ഈ തിരുമാറിൽ. അവിടെയാണല്ലോ ലക്ഷ്മിവാസം. അങ്ങനെയെങ്കിൽ ആ ഭൃഗുമുനി ചവിട്ടിയത് നമ്മയല്ലേ? ആ കൊടും പാപിയായ മഹർഷിയെ ശിക്ഷിക്കുന്നതിന് പകരം തൊഴുകി തലോടി അങ്ങ് ആദരിച്ചിരിക്കുന്നു. ലക്ഷ്മി, ഭൃഗുമഹർഷി കേവലം ഒരു മനുഷ്യനല്ല, മഹാജ്ഞാനി. പോരാത്തതിന് ബ്രഹ്മപുത്രനും കലിയുഗ വിപത്തിൽ നിന്നും ഭക്തരെ മോചിപ്പിക്കുന്നതിനുള്ള ദൗത്യവുമായാണ് അദ്ദേഹം നമ്മുടെ സവിധമണഞ്ഞത്. ആ സദ്ദുദ്യമം മാനിച്ച് ക്ഷമിച്ചാലും ദേവി. ഭൃഗു ബ്രഹ്മപുത്രൻ പോലും. അവിടുത്തെ നാഭി കമലത്തിൽ നിന്ന് ഉത്ഭവിച്ചതല്ലേ ബ്രഹ്മദേവൻ? ആ സൃഷ്ടികാരകനെ പോലും സൃഷ്ടിച്ച അങ്ങേ കേവലനായൊരു യോഗി അപമാനിച്ച് കടന്നു പോയിരിക്കുന്നു. ഇതൊരു സൗഭാഗ്യമല്ല, നിർഭാഗ്യമാണ്. ഈ ഘോര അപമാനം നേരിട്ട നാം ഈ നിമിഷം വൈകുണ്ഠം ഉപേക്ഷിക്കുന്നു. അരുത് ദേവി, അരുത്. അത്തരത്തിൽ ചിന്തിക്കുക പോലും അരുത്. നാം നിശ്ചയിച്ചു കഴിഞ്ഞു. ഏത് സ്ഥലത്താണോ നമുക്ക് ആദരവില്ലാത്തത്, എവിടെ വെച്ചാണോ നാം അപമാനിക്കപ്പെട്ടത്, അവിടെ നാം വെറുക്കുന്നു. ഈശ്വരനോട് വേർപിരിയുമ്പോൾ ജഡമാണെന്നറിയുക. ലക്ഷ്മി ഇതാ ഈ വൈകുണ്ഠത്തിൽ നിന്നും പടിയിറങ്ങുന്നു. ദേവി, ലക്ഷ്മി, ലക്ഷ്മി, ദേവി, ലക്ഷ്മി. ലക്ഷ്മിവാസമില്ലാത്ത വൈകുണ്ഠം അനാഥമായി. ലക്ഷ്മിയില്ലെങ്കിൽ വിഷ്ണു ഉണ്ടോ? ലക്ഷ്മിയില്ലാത്ത വൈകുണ്ഠത്തിൽ നാം എങ്ങനെ നിവസിക്കും? ഇനി ആരും ഈ ശ്രീഹരിയെ കാണണ്ട. ഈ ക്ഷണം നാം ഈ വൈകുണ്ഠം ഉപേക്ഷിക്കുന്നു.
യാഗവീതിയിൽ അനർത്ഥം കാട്ടുന്നു. യാഗവേദിയിൽ മാത്രമല്ല, നിങ്ങൾ യാഗപൂർണാഹൂതി നൽകാൻ ഉറപ്പിച്ച വിഷ്ണു സന്നിധിയിലും നാം ഒരു അനർത്ഥമായി പറന്നിരിക്കുന്നു. ഈ മഹായാഗം സമ്പൂർണമാകില്ല. നാം അതനുവദിക്കുകയുമില്ല. എന്തുകൊണ്ട്? ലക്ഷ്മി സമേതനായ വിഷ്ണുവിന് ഇവിടെ എത്താൻ കഴിയില്ല. വിഷ്ണു ലക്ഷ്മി ബന്ധം വേർപെട്ടിരിക്കുന്നു. ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിനെ ഉപേക്ഷിച്ചിരിക്കുന്നു. വൈകുണ്ഠം ഇപ്പോൾ അനാഥം. പാപത്തിന്റെയും അധർമ്മത്തിന്റെയും വഴിതെളിച്ച് നിന്നിലെ മനോനിയന്ത്രണം നിനക്ക് നഷ്ടപ്പെട്ടുവോ? വൈകുണ്ഠത്തിന് നാഥനില്ലാതാകാനുള്ള കാരണഹേതുവും നീ തന്നെയോ? അല്ലേ അല്ല, അതിന്റെ പിന്നിലെ കാര്യവും കാരണവും നിങ്ങളാണ്. നിങ്ങളാണ് ഭൃഗു. നിങ്ങളാണ് ഭൃഗു. അതെ 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 ഭൃഗു, താങ്കളിലൂടെ നാം അത് സാധ്യമാക്കിയിരിക്കുന്നു. ശ്രീഹരിയും ലക്ഷ്മിയും ഇല്ലാത്ത വൈകുണ്ഠം ഇത് കലിയുടെ മഹാവിളയാട്ടം, കലികാല കരിതാണ്ഡവം. ലക്ഷ്മി, ലക്ഷ്മി ദേവി, നീ എവിടെയാണ്? ദേവി, നീ എവിടെയാണ്? ലക്ഷ്മി, നമ്മെ ഉപേക്ഷിച്ച് നീ എവിടെയാ മറഞ്ഞിരിക്കുന്നേ? ദേവി, പാലാഴി പ്രദക്ഷിണം കൊള്ളുന്നു വൈകുണ്ഠപുരി അന്തർധാനം ചെയ്ത പോലെ വിഷ്ണു ലോകം അനാഥമായി. 100,000 തേജോഗോളങ്ങളിൽ എവിടെയാ എന്റെ മഹാലക്ഷ്മി ധ്യാനലീനയായിരിപ്പത്? ചിതൽമണ്ണും ഈ പ്രദേശവും നമുക്ക് വൈകുണ്ഠത്തിലെ ആദിശേഷ തൽപ്പമൊരുക്കട്ടെ. ഈ മണൽത്തരിയിൽ നാം യോഗനിദ്ര കൊള്ളാൻ പോകുന്നു. അറിഞ്ഞവന് എല്ലായിടവും മുക്തിസ്ഥലം. വീഴുന്നിടം വീഴുന്നിടം വിഷ്ണു ലോകം. സനാഥമായ വൈകുണ്ഠം അനാഥമായി. ലോകപാലകനായ ശ്രീ മഹാവിഷ്ണു മൺപുറ്റിൽ കുടിയിരുന്നു. ചക്രരാജസുന്ദരിയായ മഹാലക്ഷ്മി വൈകുണ്ഠം ഉപേക്ഷിച്ച് കോൽഹാപുരിയിലെ പത്മസരസിൽ അന്തർധാനം ചെയ്തു. ഈ ദുർനിമിത്തങ്ങൾക്ക് കാരണം താനാണല്ലോ എന്ന് ചിന്തിച്ച് പശ്ചാത്താപ വിവശനായി ഭൃഗുമഹർഷി ലക്ഷ്മി നാരായണ മൂർത്തികളെ തേടി നടന്നു. ലക്ഷ്മി ദേവി, ശ്രീചക്ര നിവാസിനി ദേവി, അവിടുന്ന് എവിടെയാ? ഭൂമി, പാതാളം, സ്വർഗം, ഇനി
തിരയുവാൻ ഒരിടവും അവശേഷിക്കുന്നില്ല. എല്ലാത്തിനും കാരണം നാമാണല്ലോ. നമ്മോട് ക്ഷമിച്ച് ഒരു മാത്ര പ്രത്യക്ഷമായാലും അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ പശ്ചാത്താപ വിവശനായ നാം ഈ ജീവൻ എടുക്കാൻ പോവുകയാണ്. അവിവേകം അരുത് പുത്ര. ബ്രഹ്മമഹേശ്വരന്മാരെ, നാം കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്? നമ്മുടെ ദുഷ്പ്രവൃത്തി കാരണമല്ലേ മഹാലക്ഷ്മി ശ്രീഹരിയെ ഉപേക്ഷിച്ചത്? കൊടും പാതകം ചെയ്ത നാം ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല. പുത്ര, ഇതെല്ലാം ശ്രീമൻ നാരായണന്റെ ലീലകളല്ലേ? ഭഗവാന്റെ ലീലകളോ? അതെ, അധർമ്മം പെരുകിയ ഈ കലിയുഗത്തിൽ ശ്രീഹരി അവതരിക്കേണ്ടത് അനിവാര്യം. അതിന് താങ്കൾ ഒരു നിമിത്തവും. കലികാല ദുരിതമകറ്റാൻ ഭഗവാൻ നാരായണൻ അവതാരം കൊണ്ടിരിക്കുന്നു. അവിടെ വെങ്കിടാദ്രിയിൽ സ്വയംഭൂവായി താങ്കളുടെ യാഗം വൈകാതെ ഫലപ്രാപ്തിയിലെത്തുകയും ചെയ്യും. ഭഗവാന്റെ ലീലകളോ? മഹാദേവ, ഭഗവാനെ, ബ്രഹ്മസത്യം നാം തിരിച്ചറിയുന്നു. ഇതിൽ പരം നമുക്ക് എന്ത് ആനന്ദം. പക്ഷേ ഈ സൗഭാഗ്യം അലങ്കരിക്കാൻ ലോകമായയായ ലക്ഷ്മി ദേവി കൂടെ ഉണ്ടാവില്ലേ? തീർച്ചയായും, തീർച്ചയായും. എല്ലാം അവിടുത്തെ ഇംഗിതം പോലെ. ലക്ഷ്മിയും വിഷ്ണുവും ഒന്നല്ലേ? അങ്ങനെയെങ്കിൽ മഹാദേവി എന്തിനാ പരമാത്മാവിനെ പിരിഞ്ഞിരിക്കുന്നത്? ത്രേതായുഗത്തിൽ ശ്രീ മഹാവിഷ്ണു ശ്രീരാമദേവന്റെ അവതാരമെടുത്തപ്പോൾ നാം സീതാദേവിയായി. ആ നമ്മെ രാവണൻ അപഹരിക്കാൻ വന്നപ്പോൾ അഗ്നിദേവൻ നമ്മെ അഗ്നിയിൽ ഒളിപ്പിച്ചു. പകരം വേദവതിയെ പർണശാലയിൽ സീതയായി നിർത്തി നമ്മെ രക്ഷിച്ചു. അതെയോ? രാവണ നിഗ്രഹത്തിന് ശേഷം മടങ്ങി വന്ന ശ്രീരാമദേവനോട് അഗ്നിദേവൻ വേദവതിയെ വിവാഹം ചെയ്യാൻ അഭ്യർത്ഥിച്ചു. കാരണം രാവണൻ തൊടാതെ സീതയെ രക്ഷിച്ചത് വേദവതിയാണല്ലോ. ഈ രാമ അവതാരത്തിൽ നാം ഏകപത്നി വ്രതം ആചരിക്കുകയാണ്. ആയതിനാൽ കലിയുഗത്തിൽ ശ്രീനിവാസനായി അവതാരം കൊള്ളുമ്പോൾ വേദവതിയെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് അഗ്നിദേവന് ശ്രീരാമചന്ദ്രൻ വാക്കും കൊടുത്തു. അത് നിറവേറ്റാൻ ഭൃഗുമുനിവര്യനെ നിമിത്തമാക്കി ഞങ്ങൾ ഒരുക്കിയ ദേവലീലകളാണ് ഈ കണ്ടതെല്ലാം. ആയതിനാൽ കന്മഷമെല്ലാം അകറ്റു മഹർഷി. താമസം വിന ശ്രീനിവാസ സംഗമത്തിനായി ആകാശരാജന്റെ മകളായി നമ്മുടെ രൂപത്തിൽ തന്നെ വേദവതി പത്മാവതി എന്ന നാമത്തിൽ പിറവികൊള്ളും. സന്തോഷത്തോടെ മടങ്ങിയാലും. മംഗളം ഭവന്തു. നാരായണ നാരായണ. നാരായണ നാരായണ. ബ്രഹ്മദേവനെയും മഹാദേവനെയും തിരഞ്ഞു വരികയാണ് നാം. ഹൗ, ഭാഗ്യവശാൽ ലക്ഷ്മി ദേവിയെയും കാണാൻ സാധിച്ചു. അല്ല, തിടുക്കത്തോടെയുള്ള നാരദന്റെ ഈ വരവ് അവിടത്തേക്ക് വിഷമം ജനിപ്പിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് നമ്മുടെ ഈ വരവ്. ഭഗവാൻ ശ്രീഹരി വൈകുണ്ഠം ഉപേക്ഷിച്ച് ശേഷാചല വനത്തിൽ ഒരു ചിതൽപുറ്റിനുള്ളിൽ ആഹാരം നിഹാരാതി നിദ്രയേതുമില്ലാതെ ഒരനാഥനെ പോലെ കഴിയുകയാണ്. വിശപ്പും ദാഹവും അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. സകല ചരാചരങ്ങൾക്കും അമൃതേകുന്ന വല്ലഭന് ഈ വിധം ദുഃഖമോ? ബ്രഹ്മദേവ, ശിവശങ്കര, ഹരിനാരായണ പ്രഭുവിന്റെ വിശപ്പകറ്റ എന്താ വഴി? ക്ഷിപ്രസാധ്യമായ ഒരു വഴി തെളിയുന്നുണ്ട്. നാം ഇരുവരും ഈ ക്ഷണം ഗോക്കളായി മാറുന്നതാണ്. ഞങ്ങളെ ചന്ദ്രഗിരി രാജ്യം ഭരിക്കുന്ന ചോഴരാജാവിന്റെ ഗോശാലയിൽ എത്തിക്കുക. വിഷ്ണുദേവന്റെ വിശപ്പകറ്റാൻ ഞങ്ങൾക്ക് കഴിയും.
കിടാവിനെയും ചോഴ രാജാവിന് നൽകി. ഇത് ഒരു വിശിഷ്ട പശുവാണെന്നും ഇതിന്റെ പാൽ അമൃതിന് തുല്യമാണെന്നും രാജാവിനെ ധരിപ്പിച്ചു. ചോഴ രാജാവ് ആ ഗോക്കളെ ശ്രദ്ധയോടെ പരിപാലിക്കുന്നതിനായി ഗോശാലയിലെ ഇടയനെ ഏൽപ്പിച്ചു. ഇടയൻ മറ്റു പശുക്കളുടെ കൂട്ടത്തിൽ ഈ ഗോക്കളെയും ശേഷാചലത്തിൽ പുല്ലുമേയാനായി മുറ തെറ്റാതെ കൊണ്ടുപോകുമായിരുന്നു. ഗോശാലയിലെത്തിയ ആ പുതിയ പശു എവിടെയാ? അതിനെ മാത്രം കാണുന്നില്ലല്ലോ. അല്ലേലും കൂട്ടം തെറ്റിയാണല്ലോ അതിന്റെ ഒരു മേച്ചില്. പാല് കിടന്ന് കൊട്ടാരത്തിലെത്തിക്കേണ്ട സമയവുമായി. ദൈവമേ, മഹാരാജാവ് പറഞ്ഞ ആ വിചിട്ട പശുവിനെ കടന്നിട്ട് ഒരു പ്രയോജനമില്ല. അമരതാണ് പോലും അമരത. അതിന് പാലുണ്ടെങ്കിലല്ലേ അമൃത് വരും. കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ കള്ളത്തരമുള്ള ഇനം. ഒന്നിങ്ങോട്ട് പാരട്ടെ. വന്നല്ലോ. താമരേരുവാണെന്നാ വിചാരം. നീ കാരണം പൊന്നു നമ്പരാണ് എന്നോട് കോപിച്ചിരിക്കുക, അറിയാമോ? നിന്റെ ആ പാല് അമൃതാണ് പോലും. കമ്പുചാട്ടിക്ക് അത് കൂടിയേ തീരൂ. ഓ, നീ അന്ന് ഒട്ടും തരുന്നുമില്ല. വരുന്ന വഴി നിന്റെ പാലെല്ലാം കുടം കണക്കിന് കറന്ന് ഞാൻ മോട്ടിച്ച് കുടിക്കുക എന്നാ അവര് ധരിച്ചു വെച്ചേക്കുന്നത്, അറിയാമോ? നീ എന്റെ തല കളെ. ഇന്ന് നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. മുങ്ങാനാണല്ലേ പരിപാടി. ഇന്നെങ്കിലും നിന്റെ പാല് കൊട്ടാരത്തിൽ എത്തിച്ചില്ലെങ്കിൽ എന്റെ തല കൊയ്യുമെന്നാണ് അമ്പല കൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ പാല് കട്ടുകുടിക്കുന്നുണ്ടോ എന്ന് നോക്കി എന്നെ പിടികൂടി വധിക്കാൻ മഹാരാജാവേ രഹസ്യമായി എത്തുമെന്ന ശ്രുതി. ഞാനാണോ കള്ളൻ, നീയാണോ കള്ളി എന്ന് ഇന്നറിയാം. നിന്റെ കള്ളത്തരം ഇന്ന് ഞാൻ പിടിച്ചിരിക്കും. ആഹാ. Yeah.
എന്ത് സംഭവിച്ചു? ഇയാളെ ആരോ അപകടപ്പെടുത്തിയിരിക്കുന്നു. ഇയാളെ സംശയിച്ചത് തെറ്റായല്ലോ. ഈ ദ്രോഹം ചെയ്തവൻ ആര്? നമ്മെ ഭയന്ന് ഒളിച്ചിരിക്കുന്നു. കുറ്റം ചെയ്തവൻ ആരായാലും നമ്മുടെ മുന്നിൽ വരിക. നീയാണല്ലേ നമ്മുടെ വൃത്തിനെ അപായപ്പെടുത്തിയവൻ. ആരാണ് നീ? മനുഷ്യനോ നരാധമനോ പിശാചോ? ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണമെന്ത്? താങ്ങാനാവാത്ത വിശപ്പിനാൽ ഈ ചിതൽപ്പുറ്റിൽ കുടിയിരുന്ന നമുക്ക് അമ്മയെ പോലെ പാൽ ചുരുത്തിയ ഗോവിനെ നിങ്ങളുടെ ഭൃത്യൻ മഴുവിനാൽ വെട്ടാൻ തുനിഞ്ഞു. ആ വെട്ട് നമുക്കാണ് കൊണ്ടത്. നിരപരാധിയായ നമ്മയാണ് നീ നരാധമൻ എന്ന് വിളിച്ചത്. ലോകപാലകനായ ഈ വിഷ്ണുവിനെയാണ് നീ പിശാചെന്ന് വിളിച്ചത്. അവിടുന്ന് ആരാണെന്ന് നാം അറിഞ്ഞില്ല. സമസ്ത അപരാധം പുറത്ത് അടിയനെ രക്ഷിക്കണേ. സേവകർ ചെയ്യുന്ന കുറ്റത്തിന് ഉത്തരവാദി രാജാവാണ്. യാഥാർത്ഥ്യ ബോധമില്ലാതെ നീ ചൊല്ലിയ വാക്ക് നിനക്കു തന്നെ ഒരു വിനയാകട്ടെ. നീ ഒരു പിശാചായി മാറട്ടെ. ജഗത്പാലകനായ മഹാവിഷ്ണുവാണ് ഈ മൺപൊട്ടിൽ വർദ്ധിച്ചിരുന്നതെന്ന് നാം അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ നിത്യപൂജ ചെയ്ത് അടിയൻ ഉപാസിക്കുമായിരുന്നു. ഈ അറിവില്ലായ്മ പുറത്ത് അടിയന് ശാപമോക്ഷം നൽകിയാലും അടുത്ത ജന്മം നീ ആകാശ രാജാവ് എന്ന നാമത്തിൽ നാരായണപുരി വാഴും. ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ശ്രീ വെങ്കടേശ ഗോവിന്ദ. അപ്പോൾ താങ്കളുടെ പുത്രി പത്മാവതിയെ നാം വിവാഹം കഴിക്കുന്നതിന് ഇടവരും. അതോടെ താങ്കൾക്ക് ഈ പൈശാചിക രൂപത്തിൽ നിന്ന് മുക്തി. ഗോവിന്ദ ഭൂമിയെ ഗോവിന്ദ രഘുവര നന്ദന ഗോവിന്ദ വെങ്കടഗിരിധര ഗോവിന്ദ. വിഷ്ണുദേവ, വരാഹമൂർത്തി, അങ്ങിവിടെ? ഇവിടമാണല്ലോ നമ്മുടെ ദേവസ്ഥാനം. ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്ത് രക്ഷിച്ച ശേഷം ഋഷിമാരുടെ ഇംഗിതത്താൽ ഭക്തപരിപാലനാർത്ഥം ഈ ശേഷാദ്രിയിൽ തന്നെ നാം അധിവസിച്ചു വരുന്നു. പക്ഷേ ലോകരക്ഷകനായ അങ്ങ് ഈ കൊടുങ്കാട്ടിൽ വിശപ്പറിഞ്ഞും മുറിവേറ്റും അനാഥനായും കാണപ്പെടുന്നു. ഇതെന്തു ലീലയാണ് ഭഗവാനെ? മനുഷ്യനായി അവതാരമെടുത്താൽ ഏത് ഈശ്വരനും മാനവ സുഖ ദുഃഖങ്ങൾ അനുഭവിച്ചേ മതിയാകൂ. അത് നമുക്കും ബാധകം. ഇത് അങ്ങയുടെ ഇടമല്ലേ? തൽക്കാലം നമുക്ക് നിവസിക്കാൻ ഒരിടം കാണിച്ചു തന്നാലും. വിശ്വം മുഴുവൻ സ്വന്തമായ വിശ്വനാഥന് തങ്ങാൻ ഒരിടമോ? അതെ. ഗോവിന്ദ ഹരി ഗോവിന്ദ സ്വാമി, അങ്ങയുടെ വരവും കാത്ത്
സദാ നേരവും കണ്ണാ കണ്ണാ എന്ന് ജപിച്ച് ഒരു താപസിയമ്മ ശേഷാദ്രി ചെരുവിലെ ആശ്രമത്തിൽ ഇരിപ്പുണ്ട്. ബഹുളാദേവി. ബഹുളാദേവി? ബഹുളാദേവിയോ? ദ്വാപരയുഗത്തിൽ അങ്ങ് കണ്ണനായി അവതരിച്ചപ്പോൾ മാതാവായി വന്ന യശോദാദേവിയാണ് കലിയുഗത്തിൽ ബഹുളാദേവിയായി പിറന്നിരിക്കുന്നത്. യശോദാമ്മ, നിന്റെ യശോദാമ്മ. ഗോകുലത്തിൽ നമ്മെ വെണ്ണയൂട്ടി താരാട്ടി വളർത്തിയ അമ്മ. ദ്വാപരയുഗത്തിൽ ഗോകുലത്തിൽ വെച്ച് യശോദാമ്മയ്ക്ക് നാം ഒരു വരം നൽകിയിട്ടുണ്ടായിരുന്നു. വരമോ? അതെ, രുക്മിണിയുമായുള്ള നമ്മുടെ വിവാഹം കാണാൻ ഇടവന്നില്ലല്ലോ എന്ന് പറഞ്ഞ് യശോദാമ്മ സങ്കടപ്പെട്ടപ്പോൾ കലിയുഗത്തിൽ നാം ശ്രീനിവാസനായി വരുന്ന കാലം യശോദാമ്മ വഴി നമ്മുടെ വിവാഹം നടത്താൻ ഇടവരട്ടെ എന്ന് നാം അനുഗ്രഹിച്ചിട്ടുണ്ട്. എങ്കിൽ വൈകുണ്ഠ സ്വാമി ചെന്നാലും കൃഷ്ണഭക്തിയായ ആ അമ്മ അവിടുത്തെ വരവ് സ്വപ്നം കണ്ട് കൊതിച്ച് ആശ്രമത്തിലിരിപ്പുണ്ട്. നാം എത്ര ധന്യൻ! മാതാവിന് നൽകിയ വാക്കു പാലിക്കാൻ അമ്മയുടെ വാത്സല്യനിധിയായ ശ്രീനിവാസൻ ഇതാ വരുന്നു. താങ്കൾ എവിടെയാണ് ശ്രീനിവാസനായി അവതരിച്ച് പതുങ്ങിയിരിക്കുന്നത്? താങ്കൾ അവിടെയുണ്ടോ? അവിടെയുണ്ടാകും ഈ കലി. കാരണം ഇത് കലിയുഗമാണ്. താങ്കൾ സംരക്ഷിക്കാമെന്നേറ്റ മനുഷ്യരുടെ വിധി അത് നാം വിധിക്കും. ഹേ വിഷ്ണു, മഹാവിഷ്ണു, നീ മനുഷ്യരുടെ മിത്രമെങ്കിൽ ഞാൻ നിന്റെ ശത്രു. പേമാരിയായി, രോഗമായി, പകയായി, പട്ടിണിയായി, യുദ്ധമായി, അഗ്നി വർഷിക്കുന്ന കൊടും വരൾച്ചയായി നിന്റെ ഭക്തരെ ഞാൻ നശിപ്പിക്കാൻ പോകുന്നു. ഈ വെങ്കിടഗിരിയിൽ നിന്നുകൊണ്ട് മഴമേഘങ്ങളെ തുരത്തി വരുണനെ ബന്ധിച്ച് നിന്റെ ഭൂമിയിൽ കൊടും വരൾച്ച സൃഷ്ടിക്കാൻ പോകുന്നു. സംരക്ഷിക്കാമെങ്കിൽ രക്ഷിക്ക്. കലിയുഗത്തിൽ അധർമ്മം നടത്തേണ്ടത് എന്റെ ധർമ്മം. ഇത് കലിധർമ്മം. മോനെ കണ്ണാ, തണുവണി തൊട്ടേ
വായിച്ചത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഞാനൊരു സ്വപ്നം കാണുകയായിരുന്നു. എന്റെ ഉണ്ണിക്കണ്ണനെ, എന്റെ അമ്പാടിക്കണ്ണനെ. സദാസമയവും കണ്ണൻ വരുന്നതും സ്വപ്നം കണ്ടിരുന്നോ? കൊടും വരൾച്ച ബാധിച്ച് കൃഷിയിടങ്ങൾ വരെ കരിഞ്ഞു തുടങ്ങി. കുടിക്കാൻ ജലമില്ലാതെ കന്നുകാലികൾ വരെ പിടഞ്ഞു വീഴുന്നു. പട്ടിണി, ജലക്ഷാമം, ദാരിദ്ര്യം, പൂർവ്വതിമുട്ടി ഇരിക്കുക ഞങ്ങൾ. കൃഷ്ണ, മഴ ചൊരിയേണ്ട ഈ കാലത്ത് ഇത്തരത്തിലൊരു അനർത്ഥം വരാൻ എന്തേ കാരണം? ഓ, നിങ്ങളുടെ കണ്ണൻ മനുഷ്യരൂപമെടുത്ത് വരുമെന്ന് പറയാൻ തുടങ്ങിയിട്ടേ നാളെ ഏറെയായല്ലോ. അതെ, ഗോകുലം രക്ഷിച്ചതുപോലെ ഈ വെങ്കടാദ്രിയെയും ഒന്ന് രക്ഷിക്കാൻ ആ കണ്ണനോടൊന്ന് പറയൂ. എവിടെ, ഇതൊക്കെ ഒരു പ്രഹസനമല്ലേ? എന്താ ബഹുളമാതെ, മിണ്ടാട്ടമില്ലേ? എന്റെ കണ്ണൻ വരും. വാക്കു പാലിക്കുന്നവനാ എന്റെ ഉണ്ണി. അതെ, ശ്രീനിവാസ രൂപത്തിൽ കണ്ണൻ എത്തുമെന്ന് ബ്രഹ്മദേവൻ സ്വപ്നത്തിൽ എന്നോട് അരുളിയിട്ടുണ്ട്. സ്വപ്നം? ഇവരുടെ മനോദര തെറ്റിയിരിക്കുക. മുൻജന്മത്തിൽ കൃഷ്ണൻ ഇവരുടെ പുത്രനായിരുന്നു പോലും. ഇവർ യശോദാമ്മയും. ഒക്കെ ശുദ്ധ തട്ടിപ്പ്. നമ്മുടെയൊക്കെ ആദരവും ബഹുമാനവും നേടാനുള്ള കള്ളക്കഥകൾ. കണ്ണൻ ഈ പുല്ല് മേഞ്ഞ പുരയിൽ എത്തും പോലും യോഗിനി വേഷം കെട്ടി ഇവര് നമ്മളെ പറ്റിക്കുന്നതാ. അല്ലെങ്കിൽ ഇവർക്ക് മുഴുത്ത പ്രാന്ത. അയ്യോ, അരുതായിക പറയാതിരിക്കുക. അമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ എന്റെ കണ്ണൻ വന്നിരിക്കും, തീർച്ച. എന്റെ ശ്രീനിവാസനായി വരും. ഓ, ശ്രീനിവാസം വരും പോലും, നമ്മളെയൊക്കെ രക്ഷിക്കും പോലും. ഇവരുടെ വിഡ്ഢിത്തം കേട്ട് മടയരാകരുത് നമ്മൾ. പട്ടിണി കിടന്ന് മരിക്കുന്നതിന് മുമ്പ് ഈ ദേശം വിടുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. അയ്യോ, ഈ ദേശം വിട്ട് നിങ്ങൾ ആരും പോകരുതേ. നമ്മളെ രക്ഷിക്കാൻ എന്റെ കണ്ണൻ വരും, തീർച്ച. പാവം, വിഷ്ണു മകനായി പിറക്കുമെന്ന് കരുതി ചിന്തിച്ച് ഇവരുടെ മനോദര നഷ്ടപ്പെട്ടു. വരൂ, നമുക്ക് പോകാം. അയ്യോ, നിങ്ങൾ എന്തായി പറയുന്നേ? എന്റെ കണ്ണ, ഈ അമ്മയുടെ ദുഃഖം നീ കാണുന്നില്ലേ? ഇനിയും എത്ര ജന്മങ്ങൾ കാത്തിരിക്കണം ഉണ്ണി നിന്നെ ഒന്ന് കാണാൻ. നിന്റെ വരവ് കാത്തിരുന്ന് ഈ കണ്ണുകൾ ആർദ്രമാകുന്നെങ്കിലും ഒരു നോക്ക് നിന്നെ കാണാതെ ഈ കണ്ണുകൾ അടയില്ല മകനെ. നുണക്കുഴി കവളാൽ മൃദുമന്ദഹാസം തൂകി കാണാമറയെ തൊളിച്ചിരുന്ന് അമ്മേ എന്ന് പണ്ട് വിളിച്ചതുപോലെ ഒരു തവണ കൂടി അമ്മേ എന്ന് വിളിച്ച് അരികിൽ വരില്ലേ എന്റെ കണ്ണ? വരില്ലേ എന്റെ കണ്ണ? കണ്ണ, കണ്ണ, എന്റെ കണ്ണൻ വിളിച്ചതുപോലെ അവൻ എന്റെ അരികിൽ ഉള്ളതുപോലെ. അമ്മേ, കണ്ണ, ഗോകുലത്തിൽ മായ കാട്ടിയതുപോലെ ഇപ്പോഴും നീ എന്നെ പറ്റിക്കുകയാണോ? ഈ ഗ്രാമവാസികളെ പോലെ നീ എന്നെ പരിഹസിക്കുകയാണോ? അമ്മേ, ആരാ ഉണ്ണി നീ? അമ്മേ, പിച്ച വെച്ച നാൾ മുതൽ കാലിടറാതെ ഈ കൈ പിടിച്ച് വാത്സല്യം ചൊരിഞ്ഞ എന്റെ അമ്മ ഇനിയും ഈ മകനെ തിരിച്ചറിഞ്ഞില്ലെന്നാണോ? എന്റെ കണ്ണ, എന്റെ പൊന്നോമന പുത്ര, നാം അമ്മയുടെ കണ്ണൻ തന്നെയാണ്, അമ്മയുടെ പ്രിയപുത്രൻ. കലിയുഗത്തിൽ അമ്മയുടെ അരികിലെത്തുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തതല്ലേ? ആ വാക്ക് നാം പാലിച്ചിരിക്കുന്നു. അമ്മയുടെ കണ്ണൻ ഈ ജന്മത്തിൽ ശ്രീനിവാസനായി പിറന്നിരിക്കുന്നു. ശ്രീനിവാസൻ
എന്റെ കണ്ണൻ തിരിച്ചു വന്നിരിക്കുന്നു. അതേ അമ്മേ, നാം രാമനാണ്, കൃഷ്ണനാണ്, ശ്രീനിവാസനുമാണ്. ഈ അമ്മയെ ഉപേക്ഷിച്ചിട്ട് ഇനിയെങ്ങും പോകല്ലേ കണ്ണാ? ഇല്ല മാതാവേ, ഈ ശ്രീനിവാസൻ അമ്മയോടൊപ്പം എന്നും ഉണ്ടാവും. എന്റെ ഉണ്ണിക്ക് എന്താ ഞാൻ തരേണ്ടത്? നിനക്കേറെ ഇഷ്ടമുള്ള വെണ്ണയുണ്ടല്ലോ ഇവിടെ. അമ്മ തരാം. പരിഭ്രാന്തരാണല്ലോ. അവർ ഗ്രാമം ഉപേക്ഷിച്ച് പോകുന്നത് പോലെ. മകനെ ശ്രീനിവാസ, ഈ വെങ്കടാദ്രി ദേശത്ത് വലിയൊരു ദുരന്തം ഭവിച്ചിരിക്കുന്നു. കടുത്ത വരൾച്ച. ജലാശയങ്ങളെല്ലാം പെട്ടെന്ന് വറ്റി വരണ്ടു. ഞൊടിയിടയിൽ കൃഷിയിടങ്ങൾ കരിഞ്ഞു. ഭൂമി വിണ്ടുകേറി. പട്ടിണിയും ക്ഷാമവും. കുടിക്കാൻ പോലും ജലമില്ലാതെ ഗ്രാമീണർ നാടുപേക്ഷിച്ചു പോവുകയാണ്. ദേവകോപം എന്തെങ്കിലും? എല്ലാം നാം അറിയുന്നു. ഇതൊക്കെ ആ കലിയുടെ വിളയാട്ടമാണ്. നമ്മുടെ ഭക്തരെ ദ്രോഹിക്കാൻ വെങ്കടാദ്രി ശൃംഗത്തിൽ അവൻ നിലയുറപ്പിച്ചിരിക്കുന്നു. ഇനി വൈകിക്കൂടാ. കലിയെ തേടി വെങ്കടാദ്രിയിലേക്ക് നാം പോവുകയാണ്. ഭക്തജന സംരക്ഷണത്തിനായി അനുഗ്രഹിച്ചാലും അമ്മേ. ബ്രഹ്മണി പൂജിത ഗോവിന്ദ, ഭൂമിയിലാണ്ട ഗോവിന്ദ, രഘുവരനന്ദന ഗോവിന്ദ, വെങ്കടഗിരിധര ഗോവിന്ദ. മോനെ ശ്രീനിവാസ, എല്ലാം ശ്രദ്ധിച്ചു വേണം. പോയി വരൂ. വാൽമീകി കണ്ട ഗോവിന്ദ, നാൽവേദം കണ്ട ഗോവിന്ദ, ഗോപാലകൂടം ഗോവിന്ദ, ശ്രീപാദവരുളും ഗോവിന്ദ. കാലചക്രം അനസ്യൂതം കറങ്ങിക്കൊണ്ടേയിരുന്നു. ദ്വാപരയുഗത്തിൽ യശോദാമയ്ക്ക് നൽകിയ വാഗ്ദാനം പോലെ ത്രേതായുഗത്തിൽ ഭഗവാൻ വേദവതിക്ക് നൽകിയ വാക്കു പാലിക്കാനുള്ള സമയം സമാഗതമായി. വിഷ്ണുദേവൻ തന്റെ ഭർത്താവാകാൻ ആഗ്രഹിച്ച ലക്ഷ്മിയുടെ അവതാരമായ വേദവതി ലക്ഷ്മി രൂപത്തിൽ ആകാശ രാജാവിന്റെ മകളായി പുനർജനിച്ചു. ഇന്ന് വൈകുണ്ഠ ഏകാദശിയാണ്. പത്മാവതിയും തോഴിമാരും ശേഷാചലത്തിലെ വിഷ്ണു ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെട്ടു.
സ്ത്രീയായി വന്ന കുമാരി ആരാണ്? എവിടെ നിന്ന് വരുന്നു? അയ്യോ, നമ്മെ കാണാതെ തോഴ്മാർ അന്വേഷിച്ച് നടക്കുകയാണ്. ഈ ഉള്ളവളുടെ പ്രാണൻ രക്ഷിച്ചതിന് നന്ദി. എന്നെ പോകാൻ അനുവദിച്ചാലും. കുമാരി, ഒന്ന് നിന്നാലും. ഞാൻ പത്മാവതി, ആകാശരാജന്റെ മകൾ. പത്മാവതി, അങ്ങ് ആരാണ്? നമ്മുടെ കുലം സൂര്യവംശം. നമുക്ക് അസംഖ്യം നാമങ്ങൾ. നിറം കൊണ്ടും രൂപം കൊണ്ടും കൃഷ്ണനെന്ന് താപസ മതം. ഇപ്പോൾ ശേഷാചലത്തിൽ ബഹുളാദേവിയുടെ ആശ്രമത്തിൽ വസിക്കുന്നു. ഇപ്പോഴും നാമം പറഞ്ഞില്ല. കുമാരിയുടെ ഹൃദയാങ്കുരങ്ങളിൽ മയിൽപ്പീലി വിരിക്കുന്ന കണ്ണനും വിഷ്ണുവും നാരായണനും നാം തന്നെയാണ്. ഒപ്പം പത്മാവതി കാത്തിരുന്ന ശ്രീനിവാസനും. ശ്രീനിവാസൻ, എന്റെ ദേവ, അങ്ങേ വിവാഹം കഴിക്കാൻ കുറിച്ച് എന്റെ സ്വപ്നം ഇത് സഫലമാകുന്നു. വെണ്ണീറായി കിടക്കുന്നത് കാണുന്നില്ലേ? അങ്ങ് എവിടെയാണ് അന്തർധാനം കൊള്ളുന്നത്? വരുണദേവ, താങ്കൾ എവിടെ? ഭഗവാനെ, നാം അടിമപ്പെട്ടിരിക്കുന്നു. അടിമയോ? ആരുടെ? കലിയുടെ. കലി എന്നെ ഭ്രമിച്ചിരിക്കുന്നു. കാലമറിഞ്ഞ് കർമ്മം ചെയ്തു പോകുന്ന നമ്മെ മായയുടെ തടവിൽ ബന്ധിച്ചിരിക്കുന്നു. നാം അശക്തനാണ് ഭഗവാൻ. അഗ്നിദേവാദികളെ പോലും മാർഗം മുടക്കാൻ കെൽപ്പുള്ളവൻ, അധർമ്മത്തെ ധർമ്മമായി പേറുന്നവൻ. ശ്രീനിവാസ, ഇത് എന്റെ യുഗം. ഇവിടെ നമ്മുടെ പരിധിയിൽ താങ്കൾക്ക് എന്ത് പ്രസക്തി? മഴയില്ലാതെ ഗ്രാമ നഗര കാനനാദികളെല്ലാം നശിച്ച് ഭൂമി ആമയുടെ പുറന്തോട് പോലെ ഊഷരമായി തീർന്നിരിക്കുന്നു. ആയതിനാൽ ഹേ കലി, വരുണദേവനെ മോചിപ്പിച്ചാലും. വരുണനെ മോചിപ്പിക്കാൻ, മഴ സൃഷ്ടിക്കാൻ. ശ്രീനിവാസ, കണ്ടോളൂ, പഞ്ചഭൂതങ്ങളടക്കം സർവ്വതും നാം ഗ്രസിക്കാൻ പോകുന്നു. തടുക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ തടുത്തോളൂ. വെല്ലുവിളിയോ? അതെ, അമാവാസിയുടെ അന്ധകാരവും കാളമേഘത്തിന്റെ കറുപ്പും ഒരു കൈത്തിരി വെട്ടം കൊണ്ട് അകറ്റാമെന്ന് താങ്കൾ കരുതുന്നുണ്ടെങ്കിൽ അത് മൂഢത്തരം. ഇത് കലി. ഈ കലി നിശ്ചയിക്കുന്ന ശരി. കാലവും സമയവുമാണ് ഒരുവന്റെ വിധി
നിശ്ചയിക്കുന്നതെങ്കിൽ ക്രൂരനായ കലിക്കു നാം ഒരു വിധി കൽപ്പിക്കുന്നു. കലിയൊടുങ്ങുന്ന കാലവിധി. ഭഗവാൻ ശ്രീഹരി നമ്മെ രക്ഷിച്ചാലും കാലപൂർത്തീകരണം വരെ നമ്മ അപായപ്പെടുത്തരുത്. അങ്ങയെ വ്രതം നോറ്റ് ഭജിക്കുന്ന ഭക്തരെ നാം ഉപദ്രവിക്കില്ല. ഇല്ല, നാം ഉപദ്രവിക്കില്ല. ഇത് സത്യം. ഇത് കലിയുടെ സത്യം. ഹേ കലി, നിന്റെ കരങ്ങൾ ഉയർന്നോളൂ. പക്ഷെ അത് നമ്മുടെ ധർമ്മത്തിന് മേലാകരുത്. അങ്ങനെ സംഭവിച്ചാൽ അന്ന് നമ്മുടെ കയ്യിലെ ആയുധവും ഉയരും നിന്റെ നേർക്ക്. ധർമ്മത്തെ ധർമ്മത്തിന്റെ ചൊൽപ്പടിക്ക് വിടുക. അവിടെ അധർമ്മം വിതയ്ക്കരുത്. താങ്കൾക്ക് പോകാം. ഹേ വരുണദേവ, താങ്കൾ മോചിതനായില്ലേ? ഇനി കുളിർമഴ ചൊരിഞ്ഞ് വെങ്കടാദ്രി അനുഗ്രഹിച്ചാലും. ഭഗവാനെ, അങ്ങയുടെ ഇംഗിതം പോലെ. ഇതെന്നെ തേടി വരുമെന്ന് ഞാൻ പറഞ്ഞ എന്റെ കണ്ണൻ, എന്റെ ശ്രീനിവാസകുമാരൻ. മഹാരാജാവായ ആകാശരാജന്റെയും ധരണീദേവിയുടെയും പ്രിയപുത്രി പത്മാവതിയും ബഹുളാദേവിയുടെ പ്രിയപുത്രൻ പ്രഭു ശ്രീ വെങ്കിടേശ്വര ശ്രീനിവാസ സ്വാമിയും തമ്മിലുള്ള പരിണയം ഇതാ ധന്യമാകാൻ പോകുന്നു. ആശീർവാദം ചൊരിഞ്ഞ് അനുഗ്രഹിച്ചാലും
ലക്ഷ്മി സമേതരായി കലികാല ദോഷമകറ്റാൻ ശേഷാചലത്തിലെ തിരുപ്പതിയിൽ കലിയുഗാന്ത്യം വരെ വസിക്കുവാൻ ശ്രീനിവാസദേവൻ തീരുമാനിച്ചു. ബ്രഹ്മനിർദ്ദേശപ്രകാരം വിശ്വകർമ്മ ദേവനുമായി ചേർന്ന് തൊണ്ടമാൻ ചക്രവർത്തി ശ്രീനിവാസ പെരുമാളിന് ഒരു ക്ഷേത്രം നിർമ്മിച്ചു. ആനന്ദനിലയം. ആ ആനന്ദനിലയത്തിൽ കുടികൊള്ളാനണയുന്ന ബാലാജിക്കായി അവന്റെ വിധിയും നേർക്കുനേർ വരുമ്പോഴുള്ള തിരിച്ചറിവാണ് ഈശ്വരനെങ്കിൽ അതുതന്നെയാണ് നാമും. മഹാവിഷ്ണുവായ അവിടുന്ന് ഓരോ കൽപ്പത്തിലും ഓരോ രൂപം പൂണ്ട് ലോകത്തെ രക്ഷിക്കുന്നു. ഇവിടെ ഈ കലിയുഗത്തിൽ തിരുപ്പതി തിരുമല ബാലാജിയായി അങ്ങ് വാണരുളുക. എല്ലാം അങ്ങയുടെ അഭീഷ്ടം. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കൂടി ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നാം ആഗ്രഹിക്കുന്നു. പ്രണാമം സ്വാമി. നാം ഈ കലിയുഗത്തിൽ ശ്രീനിവാസ രൂപത്തിൽ പത്മാവതിയുടെയും വിഷ്ണു രൂപത്തിൽ ലക്ഷ്മി ദേവിയുടെയും കാന്തനായിരിക്കും. ദേവി പത്മാവതിയും ലക്ഷ്മിയായ നാമും രണ്ടല്ല, ഒന്നാണ് സ്വാമി. ഭഗവാന്റെ ദിവ്യലീലകൾക്ക് കൂട്ടായി നിൽക്കുന്നത് ഞങ്ങളുടെ ധർമ്മവും. കലിയുഗ ദുരിതങ്ങൾ അകറ്റാൻ നാം ഭക്തരക്ഷാർത്ഥം വെങ്കടാദ്രിയിൽ കുടികൊള്ളും. ശ്രീദേവിയായും ഭൂദേവിയായും നിങ്ങൾ ഇരുവരും നമ്മുടെ മാറിൽ പരിലസിക്കുക. തിരുപ്പതിയിലെ പുണ്യമായ പുഷ്കരണി സ്നാനം ചെയ്ത് വൈകുണ്ഠാദ്രിയായ ഈ വെങ്കടാദ്രിയിലെത്തി നമ്മെ ഭജിക്കുന്നവരുടെ ഏത് മനോരഥവും നാം നിവർത്തിക്കും. മംഗളം ഭവന്തു. തിരുപ്പതിയിൽ പോവർക്ക് ഒരു തിരുപ്പം ഏർപ്പെടും. ശ്രീനിവാസമംഗളം.